അതിന് മുന്നേ തലേ ദിവസത്തെ 1-2 കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഷിഫ്റ്റിങ്. എവിടെ പോവാ മിയ? എവിടെ പോണേ? Where are you going? എവിടെ? Come on. അടച്ചിട്ടില്ല വേറെ. മറ്റേ കവർ എടുത്തല്ലോ. ഇത് അവസാനത്തെ ട്രിപ്പാണ് കേട്ടോ. ഒരു ട്രിപ്പ് ആദ്യം കൊണ്ടിറക്കി വീണ്ടും പറ്റിയ സ്ഥലങ്ങളൊക്കെ ആയിട്ട് വന്നു. ഇത് അവസാനത്തെ ട്രിപ്പ്. നോക്കിട്ട് റൂമിന് ടാറ്റ. അങ്ങോട്ട് പോന്നെ കണ്ണാടിയിരിക്കും. അവിയാ അങ്ങനെ ഫുൾ പാക്കിങ് കഴിഞ്ഞ് ലാസ്റ്റത്തെ വേസ്റ്റാണ് കേട്ടോ. അത് കൊണ്ടിടാൻ പോവാം. റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. വേസ്റ്റ് കൊണ്ടിടുന്ന വേസ്റ്റ് ബിന്നിൻ്റെ അവിടേക്ക് നടക്കാണ്. എയ്റോപ്ലെയിൻ ഉണ്ടോ? നോ. നോ. പോരെ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ. ഇനി നേരെ പുതിയ ഫ്ലാറ്റിലേക്ക് പോകണം. അമ്മി ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണം വിചാരിക്കണം. നമ്മൾ പുതിയ ഫ്ലാറ്റിലേക്കൊക്കെ മാറി. മുന്നത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ പഴയ റൂമിൽ നിന്ന് ഇപ്പോൾ മാറിയിട്ടൊരു 3 days ആയിട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ ഇതൊരു സമയം കിട്ടിയിട്ടില്ല. കാരണം ഷിഫ്റ്റിങ്ങിന് തന്നെ ഒരു 2 ദിവസം എടുത്തു. അത് കഴിഞ്ഞ് ഇവിടെ ഒന്ന് ഓർഗനൈസായി വരാൻ, ഒന്ന് ഒതുക്കി പിടിച്ച് വരാൻ ഒരു 3 to 4 days എടുത്തു. കാരണം എനിക്ക് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഒരു ഇൻ്റർവ്യൂ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ദിവസം ഒന്നും നടന്നില്ല, ഒതുക്കലും കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ നമുക്ക് ഫ്ലാറ്റ് കാണാം. മെയിൻ ഡോറ് തുറന്ന് വരുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഷൂ റാക്കാണ് കേട്ടോ. പിന്നെ നേരെ കാണുന്നത് ടോയ്ലറ്റാണ്. 2 ടോയ്ലറ്റാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് ടോയ്ലറ്റ് ഇത് ചെറുതാണ്, മറ്റേ ടോയ്ലറ്റിനേക്കാളും ചെറിയ ടോയ്ലറ്റാണ്. അതിൽ തന്നെ വാഷ് ബേസിനും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അത് നമ്മുടെ ലിവിങ് ഏരിയയിൽ കൗച്ചുണ്ട്, ടീപ്പോയുണ്ട്. ലെഫ്റ്റ് സൈഡായിട്ട് TV വെച്ചിട്ടുണ്ട്. പിന്നെ ലാപ്ടോപ്പ്, പിന്നെ ആമയുടെ കളി സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ക്ലോക്ക് പറഞ്ഞിരിക്കുന്നുണ്ട്. അത് പക്ഷെ നമുക്ക് എവിടെയും വെക്കാൻ, തൂക്കിയിടാൻ പറ്റിയൊരു സ്പേസ് അത് കിട്ടിയിട്ടില്ല. നമുക്ക് ഹാങ് ചെയ്യണം എവിടെയെങ്കിലും. പിന്നെ ഇതിലൊക്കെ ഓരോ സാധനങ്ങളുണ്ട് കേട്ടോ. ഷൂ, പിന്നെ കുറേ കളി സാധനം. പിന്നെ ഇവിടെ ബോളിൽ വന്നിട്ട് ചെറിയൊരു ഡെക്കോർ, 3 boxes, പിന്നെ അതിൻ്റെ മുകളിൽ എയർ ഫ്രഷ്നറും, പിന്നെ കൃഷ്ണനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ തന്നെയാണ് കേട്ടോ ഡൈനിങ് ഏരിയ. ചെറു ഡൈനിങ് ടേബിളും 4 ചെയറും വരുന്നത്. അതിങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കർട്ടൻ
മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ബാൽക്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിൽഡിങ്ങുകൾ തന്നെയാണ് ആ ഏരിയനെ കാണുള്ളൂ. അത് റോഡ് സൈഡ് സ്പേസ്, പുറമത്തെ സൈഡൊന്നും കാണാൻ പറ്റില്ല. ഇവിടെയാണ് നമ്മൾ തുണികളൊക്കെ തോരിടാനും ഒക്കെ ഉള്ള സ്പേസ്. അത്രയാണ്. ഇതൊക്കെ ഫുള്ള് നെറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. രാത്രി കാരണം ഒന്നും കാണാൻ പറ്റണില്ല. അപ്പോൾ ഇതാണ് ലിവിങ് ഏരിയ. ലിവിങ് ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ റൈറ്റ് സൈഡിൽ കിച്ചൺ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ. പിന്നെ ഇതാണ് കിച്ചൺ. കിച്ചൺ വന്നിട്ട് മേലത്തൊക്കെ കബേർഡുകളാണ്, അതേപോലെ തന്നെ താഴെ. പിന്നെ ഇതാണ് നമ്മുടെ കുടിവെള്ളം. ഇങ്ങനത്തെ ക്യാനിലാണ് നമുക്ക് കിട്ടുന്നത്. കാരണം നാട്ടിലുള്ളവർക്ക് നമ്മൾ പൈപ്പിൽ നേരെ ഡയറക്റ്റ് പിടിക്കണം, അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് നമ്മൾ കോരുക, അങ്ങനെയൊക്കെ അല്ലേ. ഇവിടെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടറൊക്കെ ഇങ്ങനെ ക്യാനിലാണ് നമുക്ക് കിട്ടുക. 20 ലിറ്ററിൻ്റെ ക്യാൻ. പിന്നെന്താ, റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഇതൊക്കെ ലോണ്ട്രിയുടെ സാധനങ്ങൾ, സോപ്പ് പൗഡറും പിന്നെ ഡിഷ് വാഷിങ് ലിക്വിഡ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഫ്രിഡ്ജ്. പിന്നെ ഇവിടെയാണ് ഡിഷ് വാഷിങ് ഏരിയ, സിങ്ക് വരുന്നത്. പിന്നെ അതിപ്പുറത്ത് വാഷിംഗ് മെഷീൻ. അതിൻ്റെ മേലൊക്കെ എല്ലായിടത്തും സാധനങ്ങൾ ഇങ്ങനെ ഉള്ള സ്പേസിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെന്താ, മേലെയും ഇതുപോലെ പാത്രങ്ങൾ, നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾ വേഗം എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചെറിയൊരു സ്പേസ്. വുഡൻ്റെ ആണ് കേട്ടോ ഇത്. നല്ലൊരു റാക്ക് പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റൗ. ഇതിനെന്താ പേര് പറയണ അറിയില്ല. 4 ബർണറായിട്ട് ഇതൊക്കെ ക്ലീനാക്കി വെച്ചതാട്ടോ. പക്ഷെ നമ്മൾ ഡെയിലി, ഞാനത് താമസാക്കി ആ സമയത്തൊക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാം. ഇതുവരെ ഫ്ലാറ്റിലേക്ക് മാറിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെയാണ് കേട്ടോ ഓവനും വരുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളിക്കൊട്ട എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിൽ പക്ഷേ 4 റാക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് 4 റാക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ചെറിയ ഉള്ളി, സവാള, ഉരുളക്കിഴങ്ങൊക്കെ വെക്കാൻ. അപ്പോൾ അതിൻ്റെ മേലത്തെ ഇതിൽ എനിക്ക് പെട്ടെന്ന് എടുക്കുക, കുക്കിങ്ങിൻ്റെ സമയത്ത് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചേക്കാണ് കേട്ടോ. ഉപ്പ്, വെളിച്ചെണ്ണ, ഓയിൽ, കടുക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ പെട്ടെന്ന് ആവശ്യം വരുന്ന സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചു. പിന്നെ കിച്ചൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നെ ബാത്റൂം കേട്ടോ. ബാത്റൂം ടോയ്ലറ്റ്, വാഷ് ബേസിൻ, വാഷിംഗ് ഏരിയ എല്ലാം ഒന്നിച്ച് തന്നെയാണ് കേട്ടോ. നല്ല അത്യാവശ്യം സ്പേഷ്യസ്. മറ്റേ ഫസ്റ്റ് കാണിച്ച ടോയ്ലറ്റിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുണ്ട്. പിന്നെ ഇവിടെ മിററുണ്ട്. പിന്നെ ഹീറ്റർ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂം കേട്ടോ. സ്പേഷ്യസ് ആണ്. പിന്നെ ഇത് സിംഗിൾ കോട്ടാണ് കേട്ടോ. സിംഗിൾ കോട്ട് ഒരുമിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഫാമിലി കോട്ടിൻ്റെ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇങ്ങനെ സ്റ്റോറേജ് അതിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഫോണ്, എയർപോഡ്, ഹെഡ്സെറ്റ്, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൽ വെക്കാൻ പറ്റും. പിന്നെ ഇതാണ് അലമാര വന്നിട്ട്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, നല്ല സ്പേസും നല്ല കുറേ ഷെൽഫും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സും സാധനങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് അത്യാവശ്യം ഒരു ചെറിയൊരു രീതിയിൽ ഒതുക്കി വെച്ചു എന്നുള്ള. കാര്യമായിട്ടുള്ളൊരു ഒതുക്കലും കാര്യങ്ങളൊന്നും അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ബാഗിൽ നിന്ന് എടുത്തിട്ട്, അല്ലെങ്കിൽ പെട്ടിയിൽ നിന്ന് എടുത്തിട്ട് ഡ്രസ്സുകളൊക്കെ അങ്ങനെ അങ്ങോട്ട് കുറച്ചൊരു ഇതിൽ എടുത്തു വെച്ചു എന്ന് മാത്രം. മിറർ മാത്രം കുറച്ച് ചെറുതായിപ്പോയി. എനിക്ക് ഫുൾ മിറർ വേണം തോന്നി. അത് മാത്രമാണ് ഒരു ചെറിയൊരു ഇത് തോന്നിയത്. ഫുൾ മിററാണെങ്കിൽ നന്നായിരുന്നു. പിന്നെ പെട്ടികൾ, സാധനങ്ങളൊക്കെ അങ്ങനെ മേലെ തന്നെ ഇങ്ങനെ ഒതുക്കി വെച്ചു.
പിന്നെ കർട്ടൻ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ഫുള്ള് ചുറ്റും ബിൽഡിങ്ങും കാർ പാർക്കിങ്ങും പിന്നെ എന്തൊക്കെ ഫാർമസി എന്തോ ആണ് അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. റോഡ് സൈഡൊന്നുമല്ല, ബിൽഡിങ്ങുകളൊക്കെ തന്നെ കാണാൻ പറ്റുള്ളൂ. പകൽ ഇത് കർട്ടൻ തുറന്നിട്ട് നല്ല വെളിച്ചമാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ആയി കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ആവശ്യമില്ല. പഴയ റൂമിൽ എനിക്ക് ഏറ്റവും വിഷമം അതായിരുന്നു. ഇത് ലോണ്ട്രി ബാഗ്, നമ്മൾ കഴുകാനുള്ള ഡ്രസ്സൊക്കെ അതിൽ കൊണ്ടുവന്നിടും. ഞാൻ 2 ദിവസം കൂടുമ്പോഴാണ് കേട്ടോ വാഷ് ചെയ്യാറ്. ലോണ്ട്രി ബാഗൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാട്ടോ കണ്ടത്. നാട്ടിലൊന്നും നമ്മൾ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടുള്ളൂ. വീട്ടിൽ വലിയ പ്ലാസ്റ്റിക് ബാസ്ക്കറ്റ് അങ്ങനത്തെ ഒക്കെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ ഓൺലൈനായിട്ടും ഒക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് ബ്ലാക്കിൽ കിടക്കുന്നത് ബ്ലാങ്കറ്റാണ് കേട്ടോ. പഴയ റൂമിൽ ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബ്ലാങ്കറ്റ്. അത് കഴുകാൻ വേണ്ടിയിട്ട് കവറിലാക്കി വെച്ചിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. സെക്കൻഡ് ബെഡ്റൂം. ഈ റൂം ഇപ്പോൾ കാണിക്കണില്ല കേട്ടോ, ഞാൻ പിന്നീട് ഒരിക്കൽ കാണിക്കുക. അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. മോൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ വർക്കിൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അത് ലോക്ക് ചെയ്തിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ പുതിയ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അതുവരയ്ക്കും ബൈ.